ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്തായിരിക്കും? ഇന്നലെ ഞാൻ ഫേസ് യോഗയാണ് കാണിച്ചത്. ഇന്ന് നമുക്ക് നമ്മുടെ ലിപ്പ് ഏരിയയിൽ ഈ ഭാഗത്താണ് കൂടുതലും റിങ്കിൾസ് ചിലർക്ക് വരുന്നത് അല്ലേ. പെട്ടെന്ന് തന്നെ റിങ്കിൾസ് എടുത്തെറിയും. പ്രായക്കൂടുതൽ തോന്നിക്കുന്നതും ഈ ഒരു ഭാഗത്തെ ചുളിവുകൾ വരുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ചുളിവുകൾ നന്നായിട്ട് മാറിക്കിട്ടാനായിട്ടുള്ള ഒരു അടിപൊളി മസാജാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ല കേട്ടോ. അപ്പം നമ്മുടെ ഫെയർനെസ് ഓയിൽ ഇതാണ്. നല്ല കളറല്ലേ, നല്ല പർപ്പിൾ കളറാണ് ഈ ഫെയർനെസ് ഓയിൽ. നമ്മുടെ റിങ്കിൾസൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാനായിട്ടും ഫേസിനൊക്കെ നല്ല ഗ്ലോ വരാനായിട്ടും കരിവാളിപ്പ് മാറാനായിട്ടും കൊച്ചു കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും തേക്കാവുന്ന ഒരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും തേക്കാം. അതിനകത്ത് യാതൊരു കെമിക്കൽസും അടങ്ങിയിട്ടില്ല. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. ഒരു സ്മെല്ലിന് പോലും വേണ്ടി ഞാനൊന്നും ചേർത്തിട്ടില്ല. അത്രയ്ക്ക് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഇതൊരു 3-4 മണിക്കൂറോളം നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം വെന്ത് എള്ളെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. അത് വെന്ത് ഇറങ്ങി ആ ഒരു എള്ളെണ്ണയ്ക്കകത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത്രയും സമയം എടുത്തുണ്ടാക്കുന്ന ഒരു ഓയിലാണ്. അങ്ങനെ ഓയിൽ ഉണ്ടാക്കിയതിന് ശേഷം നല്ലതായിട്ട് അരിച്ചെടുത്ത് ഊറി ആ ഒരു പിന്നെ നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ പിന്നെ അടിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇതിന് 3-4 ദിവസം വേണ്ടി വരും. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓയിലാണ്. ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ കേട്ടോ. താരം മാറാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും നരയെ തടഞ്ഞു നിർത്താനായിട്ട്, അതായത് മുടി നരയ്ക്കാതിരിക്കാനായിട്ടും, നമുക്ക് പെട്ടെന്നൊക്കെ നേരത്തെയൊക്കെ നര വരുന്ന ആൾക്കാരൊക്കെ അല്ലേ, അവരൊക്കെ ഉപയോഗിച്ചാൽ അവരുടെ മുടി നരയ്ക്കാതിരിക്കും. അതുപോലെ എന്താണ് മുടി പൊട്ടിപ്പോകുന്നതിനും മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്നതിനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും എല്ലാം സഹായിക്കുന്ന ഈ ഒരു ഫെയർനെസ് ഓയിലും ഈ ഒരു ഹെയർ ഓയിലും വേണ്ട ഒരു വാട്സപ്പിൽ വന്നാൽ മതി. ഗൾഫിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, മുംബൈയിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, പിന്നെ കുറേ മാലദ്വീപ് അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്കിട്ട് നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി. അപ്പം നിങ്ങൾ എന്തായാലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. വിശ്വാസം അതല്ലേ അല്ല, നമ്മൾ എന്തേലും ഓയിലാണ് മേടിച്ച് പൈസ കളയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഫെയർനെസ് ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മുടെ ഹെയർ ഓയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ലിപ്പ് ഏരിയയിൽ നല്ല രീതിയിൽ ചുളിവ് മാറാൻ സഹായിക്കുന്ന ഒരു പിന്നെ മസാജ് കാണിക്കാം. ഈ ഒരു മസാജ് നിങ്ങൾ മസ്റ്റായിട്ടും ഡെയിലി കൊടുക്കണം. അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്താണ് വര വരുന്നത്, അവിടെയാണ് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു മസാജ് ആകട്ടെ. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് 10 പ്രാവശ്യം ഇവിടെ റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന, നമുക്ക് കുറച്ച് സ്ട്രെയിൻ ഉണ്ടാവും നമ്മളങ്ങനെ ചെയ്യുമ്പം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഇത് ചെയ്തു പോകണം. ഈ ഏരിയയിലുള്ള റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്ന അടിപൊളി ഒരു മസാജാണ് ഇപ്പോൾ കാണിച്ചത്. അടുത്തതെന്ന് പറഞ്ഞാലായിട്ട് കാണിക്കുന്നത് ഇതൊരു 10 പ്രാവശ്യം, ഇപ്പോൾ കാണിച്ചൊരു 10 പ്രാവശ്യം ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ലിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചതിന് ശേഷം ഓവർ സ്ട്രെച്ചിങ് പാടില്ല, ലൈറ്റായിട്ട് ഇങ്ങനെ ഇതൊരു 10 പ്രാവശ്യം നമ്മൾ ചെയ്യുക. അടുത്ത് നമ്മുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട് നമ്മുടെ ഒരു പിന്നെ ലിപ്പൊന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഊ ആ ഊ ആ ഇതൊരു 10-15 പ്രാവശ്യം ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ കവിളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. പതുക്കെ സോഫ്റ്റായിട്ട് ഇങ്ങനെ പിടിക്കുക.
നമ്മൾ ഊന്ന് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ചിരിക്കുക. ഈ ഏരിയയിൽ നല്ല രീതിയിലുള്ള റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ചുളിവ് വരാതിരിക്കാനായിട്ട് ഇതൊരു 10 വട്ടം ചെയ്യുക. രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ റിങ്കിൾസ് നന്നായിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും. നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതൊരു 10-15 പ്രാവശ്യം ചെയ്യുക. നമുക്ക് ഇത് നമ്മുടെ ഈ കാണിക്കുന്നതൊക്കെ നമ്മുടെ എല്ലാ ഫേസിൻ്റെ എല്ലാ ഭാഗത്തിനും നല്ലതാണ് കേട്ടോ. ഇവിടുത്തെ മാത്രമല്ല, പക്ഷെ കൂടുതൽ ഇവിടുത്തെ റിങ്കിൾസ് കുറയാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫേസിനെല്ലാം നല്ലതാണ്. നമ്മുടെ എന്തായാലും ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് എന്താണ് എല്ലായിടത്തും നമുക്ക് ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടി കിട്ടും കേട്ടോ. അല്ലാതെ ഒരു ഭാഗത്ത് മാത്രമല്ല, നമ്മളെല്ലായിടത്തും കൂടെ നമ്മുടെ മസിൽസ്, നമ്മുടെ ഫേസിലെ മസിൽസൊക്കെ നല്ല രീതിയിൽ എല്ലായിടത്തും ജോയിൻ്റ് ആയിട്ട് കിടക്കുമല്ലേ. അപ്പോൾ എല്ലായിടത്തേക്കും എത്തും. അപ്പം ഇന്നൊരു ഭാഗമൊന്നുമില്ല, പക്ഷെ നമുക്ക് കൂടുതലായിട്ടും നമ്മളെ ഈ ഭാഗത്തെ ചുളിവുകൾ കൂടുതൽ മാറാനായിട്ടുള്ള ഒരു ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും നമുക്ക് ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലിപ്പ് ഏരിയയിലുള്ള ആ ഒരു ചുളിവൊക്കെ മാറാനായിട്ട് നമ്മളെ സഹായിക്കുന്ന മസാജും ഫേസ് യോഗയൊക്കെ. അപ്പോൾ എല്ലാവരും എന്നാണ് തീർച്ചയായിട്ടും അടുപ്പിച്ച് ചെയ്യുക. ഒരുപാട് റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുള്ളവരൊക്കെ അടുപ്പിച്ച് ചെയ്താലേ അവർക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് നമ്മളതൊക്കെ ചെയ്യുന്നതുകൊണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. മെയിനായിട്ട് എനിക്ക് നീണ്ട മുഖമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണണമെന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.